മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിലുണ്ടായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധയെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ 2 മാസത്തിനിടെ 152 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് 3 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. പക്ഷേ ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ മാത്രം എന്നുള്ളതല്ല. ശരിക്കും സംസ്ഥാനത്ത് എവിടെ വന്നാലും നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ വെള്ളം, ശുദ്ധജലം ഉണ്ടാവണം. കാരണം നമുക്കറിയാം, നമ്മുടെ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുകയെന്നും, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് 38 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 152 പേർക്കാണ് രോഗബാധയും സ്ഥിരീകരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് അടുത്തിടെ 3 പേരാണ് മരണപ്പെട്ടത്. 43ഉം 60ഉം വയസ്സുള്ള പുരുഷന്മാരാണ് മരണപ്പെട്ടവരിൽ ഉള്ളത്. ഈ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഇതര വകുപ്പുകളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 6 കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചതിൽ 3 വെള്ളം ഉപയോഗമല്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കിണറുകൾ 3 ദിവസത്തിലൊരിക്കൽ ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ശുചീകരിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികളുണ്ടാകുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. പനി, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, കണ്ണിനു മഞ്ഞനിറം, മൂത്രത്തിന് മഞ്ഞനിറം തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണം. മലബാർ ടൈംസ്, മഞ്ചേരി.